നമ്മൾ എപ്പോഴും പറയാറും കേൾക്കാറുമുള്ള ഒരു പദമാണ് തൗബ. തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ നടത്തണം എന്നൊക്കെ. അല്ലാഹു തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, തൂബു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുവീൻ, തൗബത്തൻ നസൂഹ, നസൂഹായ തൗബ നിർവഹിക്കുവീൻ. ഒരു കറയുമില്ലാത്ത, കളങ്കമേശാത്ത, നിഷ്കപടമായ, പൂർണ്ണമായ അർത്ഥത്തിൽ ശുദ്ധീകരണത്തിന് നിങ്ങളെ പ്രാപ്തരാക്കുമാറുള്ള നസൂഹായ തൗബ നിങ്ങൾ നിർവഹിക്കുവീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആരെങ്കിലും ചൊല്ലിത്തരുന്ന പദങ്ങളല്ല തൗബയുടെ വാചകങ്ങൾ. ആരുടെയെങ്കിലും പ്രാർത്ഥനകൾക്ക് ആമീൻ പറയലുമല്ല തൗബയുടെ വാചകങ്ങൾ, അല്ലെങ്കിൽ തൗബയുടെ രീതി. തൗബ എന്ന് പറയുന്നത് തന്നെ മനസ്സിന്റെ മടക്കമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പലപ്പോഴും ഇസ്തിഗ്ഫാറും തൗബയും വേറെ വേറെ തന്നെ പറയും, ഒരേ ആയത്തിൽ പറയും. ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ പൊറുക്കലിനെ ചോദിക്ക്, സുമ്മ തൂബൂ ഇലൈഹി, അവരിലേക്ക് തൗബ ചെയ്യ്. ഇസ്തിഗ്ഫാർ അല്ലാത്ത മറ്റെന്തോ ഒന്നുകൂടിയാണ് തൗബ എന്ന് വളരെ വ്യക്തമാണ്. എങ്കിൽ അതെങ്ങനെ? മാസം കഴിഞ്ഞു കടന്നു പോവുകയായി, ഫലത്തിൽ വാസ്തവത്തിൽ നസൂഹായ ഒരു തൗബയിലേക്ക് പ്രവേശിച്ചവർ, അത് ചെയ്തവർ, അത് നിർവഹിച്ചവർ, അത് നിർവഹിച്ചുകൊണ്ടേ ഇരിക്കുന്നവർ നമ്മളിൽ എത്ര പേരുണ്ട് എന്ന് ഗൗരവത്തോടുകൂടെ ആലോചിക്കുക. ഒന്നാമതായി വേണ്ടത് ജീവിതത്തിന്റെ ഇന്നലകളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ്. ഇന്നലകളിൽ സംഭവിച്ചത് മുഴുവനും ഏതൊക്കെ രൂപത്തിലുള്ള അബദ്ധങ്ങളെന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നതുണ്ട്, ഓർത്തെടുക്കാൻ കഴിയാത്തതുണ്ട്. രഹസ്യമായി ചെയ്തതുണ്ട്, പരസ്യമായി ചെയ്തതുണ്ട്. പക്ഷേ റഹ്മാനായ റബ്ബിന്റെ ഓർമ്മയിൽ നിന്ന് ഒന്നും മറഞ്ഞു പോവുകയില്ല. മിസ്ഖാലു ദർറ ലാ യഅ്സുബു അൻഹു മിസ്ഖാലു ദർറ, ഒരണുത്തൂക്കം റബ്ബിലെ അറിവിൽ നിന്ന് മറഞ്ഞു പോയിട്ടില്ല. നമുക്കോർത്തെടുക്കാൻ ഒരുപക്ഷെ ഇന്നലകളിലെ ഏതാനും ദിവസങ്ങൾ ഓർക്കാൻ കഴിഞ്ഞേക്കും. റഹ്മാനായ റബ്ബിന്റെ റെക്കോർഡിൽ മുഴുവനും റെക്കോർഡാണ്, മുഴുവനും റെക്കോർഡാണ്. അഹ്സാഹുല്ലാഹ്, അല്ലാഹ് അത് മുഴുവനും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്ലിപ്തപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഒന്നും പോയിട്ടില്ല. വനസൂഹു, പക്ഷേ ചെയ്തവർ അത് മറന്നിട്ടുണ്ട്. ചെയ്തവരായ നമ്മളത് മറന്നിട്ടുണ്ടെങ്കിലും അഹ്സാഹുല്ലാഹ്, അല്ലാഹ് അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ ആത്മാർത്ഥമായ തൗബയുടെ വശം നമ്മൾ മനസ്സിലാക്കുക. എന്റെ കഴിഞ്ഞകാല ഇന്നലകളിൽ അറിഞ്ഞും അറിയാതെയും എന്റെ ഓർമ്മയിൽ ഉള്ളതും അല്ലാത്തതുമായ ഏതൊക്കെ പാപങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടോ അവയിൽ നിന്നെല്ലാം വിട്ടുനിൽക്കണം പൂർണ്ണമായി. തൗബ എന്ന് പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹ് തൂബു ഇലൈഹി എന്ന് കേവലം ചൊല്ലി പറയലല്ല. പരിപൂർണമായി റബ്ബേ ഞാൻ വിട്ടു നിൽക്കാൻ തയ്യാറാണ്. ആരോടാ പറയേണ്ടത്? ഒരു പടപ്പിന്റെയും മുമ്പിലല്ല. റഹ്മാനായ റബ്ബിനോട് ഒറ്റക്കിരുന്ന് പറയണം, അല്ലാ, എന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചത് എന്തുമാവട്ടെ, ഓർമ്മയുള്ളതുണ്ട്, എനിക്ക് ഓർക്കാൻ കഴിയാത്തതുണ്ട്, എല്ലാം നിന്റെ റെക്കോർഡിലുണ്ടല്ലോ റബ്ബേ. ഇനി അറിഞ്ഞുകൊണ്ടൊരു തിന്മ, ആ തിന്മകളെ ഞാനിതാ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ്. അങ്ങനെ ഒഴിവാക്കുവാൻ ദൃഢമായ തീരുമാനമെടുക്കുമ്പോ നമ്മുടെ മനസ്സ് നമ്മോട് പറയണം, എന്തിനു വേണ്ടി ഒഴിവാക്കുന്നു? തിന്മയിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കുന്നത് എന്തിന്? അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം, അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. അതാ തൗബ, അതാണ് തൗബ. അള്ളാഹിനെ പേടിച്ചിട്ടാ ഞാൻ ആ തെറ്റ് ചെയ്യൂലാന്ന് ഇനി ഞാൻ പറയുന്നത്. അതല്ലാതെ തെറ്റ് ചെയ്താൽ ഞാൻ ജനങ്ങൾക്കിടയിൽ മാന്യനാണല്ലോ, എന്റെ മാന്യത നഷ്ടപ്പെട്ട് ഞാൻ വഷളാകുമല്ലോ, അതുകൊണ്ട് ഇനി ഞാൻ ആ തെറ്റ് ചെയ്യൂല. ഞാനൊരു ഉത്തരവാദിത്തത്തിലുള്ള ജോലിയിലാണ്, എന്റെ ജോലിയിൽ നിന്ന് ഞാൻ പിരിച്ചുവിടപ്പെടുമല്ലോ മാനഹാനി കാരണത്താൽ, അത് ഭയന്നുകൊണ്ടായിരിക്കരുത്. റഹ്മാനായ റബ്ബേ, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, നിശ്ചയം അല്ലാഹു നിങ്ങളിൽ നിരീക്ഷകനായിട്ടുണ്ട്. ആ റബ്ബിനെ പേടിച്ചുകൊണ്ട് ഇന്നലകളിൽ കഴിഞ്ഞുപോയ ഏതെല്ലാം പാപങ്ങളുണ്ടോ
അത് മനുഷ്യ സഹോദര നമ്മുടെ എല്ലാ അവയവങ്ങളിലൂടെയും നടന്നിട്ടുണ്ടാകാം. കണ്ണുകൊണ്ടരുതാത്തത് കണ്ടവർ, കാതുകൊണ്ട് കേട്ടവർ, നാവുകൊണ്ട് പറഞ്ഞവർ, കൈകൊണ്ട് സ്പർശിച്ചവർ, കാലുകൊണ്ട് നടന്നുപോയവർ, പങ്കെടുത്തവർ, ആസ്വദിച്ചവർ, രുചിച്ചവർ, കുടിച്ചവർ, എല്ലാ അർത്ഥത്തിലും ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെ അവനവന്റെ സ്വകാര്യ ജീവിതത്തിൽ ആരാരും അറിഞ്ഞില്ലെന്ന് വിചാരിച്ചുകൊണ്ട് എന്തും ചെയ്തവനാകട്ടെ, പറയ് പടച്ച റബ്ബിനോട്, പറയ് റഹ്മാനായ റബ്ബേ, നിന്റെ അടിമ സാധുവായ ഞാൻ നിന്നോട് പറയണ്, ഇല്ല, ഇനി ഒരു തിന്മയിലേക്ക് ഞാനില്ല. തൗബയതാണ്, തൗബയതാണ്. 2, ഇനി അതിലേക്ക് മടങ്ങൂല, ഒരിക്കലും മടങ്ങൂല എന്ന ദൃഢമായ തീരുമാനമാണ് തൗബ. അവസരം കിട്ടാത്തത് കൊണ്ടല്ല, അവസരം കിട്ടിയാലും മടങ്ങൂല, ഇനി ഞാനത് ചെയ്യൂല എന്ന ദൃഢമായ തീരുമാനം. ചെയ്തുപോയ ഓരോ തിന്മകളും ഓർമ്മ വരുമ്പോ മനസ്സിൽ കിടിലമാണ് തോന്നേണ്ടത്, ഉൾക്കിടിലം. അതാണ് കഴിഞ്ഞകാല ഇന്നലകളിൽ സംഭവിച്ചു പോയ തിന്മകൾ ഓർക്കുമ്പോ വല്ലാത്ത പേടി വേണം. കഴിഞ്ഞകാല തിന്മകൾ എന്തുമാവട്ടെ, അതോർക്കുമ്പോ ആസ്വാദനം കടന്നു വരുന്നുണ്ടോ? തൗബ ശരിയാവൂല. മനസ്സവിടേക്ക് വളരണം. പേടി വേണം, പേടി വേണം. റഹ്മാനായ റബ്ബാണ് എല്ലാം മറച്ചു വെച്ചത്. റഹ്മാനായ റബ്ബാണ് മാലോകരുടെ മുമ്പിൽ വഷളാക്കാതെ പിടിച്ചു വെച്ചത്. ആ റബ്ബിനോടാ പറയുന്നത്, റബ്ബേ പുറത്ത് വിടരുത്. എന്റെ പാപിയായ അടിമയാ ചോദിക്കുന്നത്, എന്നെ രക്ഷിക്കണം. ഇനിയില്ല, ഇനി ഒരു തിരിച്ചുപോക്ക് എനിക്കില്ല. ഞാൻ നിന്റെ യഥാർത്ഥത്തിലുള്ള ദാസനായിട്ട് ജീവിക്കും ഞാൻ എന്ന ദൃഢമായ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ചുള്ള ആത്മാർത്ഥമായ കുറ്റബോധവും, ഇനി ഒരു തെറ്റിലേക്ക് മടങ്ങില്ല റബ്ബേ എന്ന ദൃഢനിശ്ചയവും, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വർജിക്കുവാനുള്ള പ്രത്യേകമായ താല്പര്യവും മനസ്സിൽ ഉടലെടുക്കണം. തിന്മകളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തിന്മകളുടെ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ വീണ്ടും തിന്മ ചെയ്യും. തിന്മകളുടെ സാഹചര്യങ്ങളെ കൂടി ഇല്ലാതാക്കണം. മനുഷ്യനെ തിന്മകളിലേക്ക് കൊണ്ടുപോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതൊന്നും അവന്റെ കൂട്ടുകെട്ടാണ്, അവന്റെ കൂട്ടുകെട്ടാണ്. വലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന, സത്യവിശ്വാസിയോടല്ലാതെ നീ യഥാർത്ഥത്തിൽ ചങ്ങാത്തം കൂടരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരൊക്കെ വെറുക്കണം എന്നല്ല, നല്ലവരുമായിട്ടുള്ള സൗഹാർദ്ദമാണ് എപ്പോഴും വേണ്ടത്. അതേ നമുക്ക് ഗുണം ചെയ്യുകയുള്ളൂ. അല്ലാത്തവരുമായി നമ്മൾ കൂട്ടുകെട്ട് കൂടുന്നതും ബന്ധപ്പെടുന്നതും എന്തിനായിരിക്കണം? ആ സഹോദരന്മാരെ കൂടി നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരുവാൻ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. അവർക്കും മനുഷ്യരാണവർ, നരകത്തിൽ കടക്കരുത് എന്ന നിലക്കുള്ള നമ്മുടെ നസീഹത്തിന്റെ മനസ്ഥിതിയോടുകൂടെ ആയിരിക്കണം. അങ്ങനെ കൃത്യമായി എല്ലാ അർത്ഥത്തിലും മനസ്സുകൊണ്ട് മടങ്ങിയതിന്റെ ശേഷം മാത്രമാണ് നാവുകൊണ്ടുള്ള ഇസ്തിഗ്ഫാർ. മനസ്സ് പങ്കെടുക്കാത്തത് തൗബയല്ല. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാറായി. അതിന് വലിയ ചെലവൊന്നുമില്ല, അതിന് പ്രയാസമല്ല. ഏത് തെമ്മാടിക്ക് എത്ര തെമ്മാടിത്തം ചെയ്താലും പറയാം അസ്തഗ്ഫിറുല്ലാ, അത് ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാർ എന്നൊരു ഭാഷയിൽ പറയാം, തൗബയാകൂല. തൗബ എന്ന് പറയുന്നത് മടക്കമാണ്, മടങ്ങലാണ്. അതിന് തയ്യാറായിട്ടുണ്ടോ?